ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, സ്നാക്സിനും ഡിന്നറിനും എല്ലാം കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതായത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെട്ടിനാട് സ്റ്റൈൽ വെള്ളപ്പണിയാറാണ്. ഇത് ചെയ്യാനായിട്ട് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ അരിയിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇപ്പോൾ അരിയും ഉഴുതും പരിപ്പും കൂടെ നല്ല നൈസായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ദോശമാവിന്റെ പരുവത്തിലാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഇപ്പൊ കണ്ടു, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് കളർ ചേഞ്ച് ആവാൻ പാടില്ല കേട്ടോ, വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവണം. പണിയാരം റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഇത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അകത്തൊന്നും ശരിക്കും വേവില്ല. ഇത് അരി കുതിർക്കേണ്ട സമയം മാത്രമേ ആവുള്ളൂ കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പണിയാരം റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളപ്പണിയാരം റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ എല്ലാ പണിയാരവും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ പണിയാരവും റെഡിയായി കഴിഞ്ഞു. നമുക്കിനി കാര ചട്നി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 4 കാശ്മീരി മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിക്കുക. ഇനി നമുക്കിതിനെ ആറാനായിട്ട് വെക്കാം. ആറിയ ശേഷം നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. കാര ചട്നി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിത്തുടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ചട്നിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ കാര ചട്നി റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചെട്ടിനാട് സ്റ്റൈൽ വെള്ളപ്പണിയാരവും കാര ചട്നിയും റെഡിയായി കഴിഞ്ഞു.
ഇത് കാര ചട്നി കൂടി കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.